ആ സ്ത്രീയുടെ ഗർഭപാത്രത്തിന് നീ എന്ത് വിലയാടാ ഇട്ടിരിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ഞങ്ങളുടെ ജീവിതം എങ്ങനെയായാലും ഉണ്ണിയമ്മയ്ക്ക് എന്താ? ഉണ്ണിയമ്മയ്ക്കും മോക്കും ഇനിയുള്ള കാലം സുഖമായിട്ട് അഴകത്ത് കഴിയാലോ. മൈഥിലി, എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? മോളെ മൈഥിലി, ഒരുപാട് വൈകിയാണ് എനിക്കൊരു മകളുണ്ടെന്ന സത്യം ഞാൻ അറിയുന്നത്. അതിനു മുമ്പ് വരെ സുമംഗലയുടെ മക്കളെ ഞാൻ എൻ്റെ കുട്ടികളായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതിനുശേഷവും എൻ്റെ മനസ്സിന് മാറ്റമൊന്നും വന്നിട്ടില്ല. ഇവർ 3 പേരും തന്നെയാ എൻ്റെ മക്കള്. പിന്നെ ഉണ്ണിമാമയും മോള് എന്നും അഴകത്ത് തന്നെ കാണുമെന്ന് എന്താ ഇത്ര ഉറപ്പ്? ഇറങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം വന്നാൽ പോയല്ലേ പറ്റൂ. മോനെ അരവിന്ദ, സുമംഗല ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ളത് നിന്നെയാ. ആ നീയായിട്ട് തന്നെ അവളെ വിഷമിപ്പിക്കരുത്. അമ്മായിയമ്മയെക്കുറിച്ച് ഒരു മരുമകൾക്ക് എന്തും പറയാം, പക്ഷെ അമ്മയെക്കുറിച്ച് ഒരു മകൻ അങ്ങനെ പറയാൻ പാടില്ല. ഉണ്ണിയമ്മേ, മോളൊന്നും ഓർത്ത് വിഷമിക്കുകയേ വേണ്ട. അല്ലെങ്കിലും എന്തിനാ നീ വിഷമിക്കുന്നത്? മറ്റാരും ഇല്ലെങ്കിലും നിന്നെ നോക്കാൻ നിന്റെ അച്ഛനില്ലേ മോളെ? അച്ഛൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരു കുറവും വരുത്താതെ മോളെ അച്ഛൻ നോക്കും. എത്ര ലക്ഷം രൂപ ചെലവാക്കിയിട്ടാണെങ്കിലും നിന്നെ ഞാൻ ചികിത്സിപ്പിക്കും മോളെ. മുമ്പ് ഈ വീട്ടിൽ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും ഇവിടെ നമ്മൾ 2 ആൾ മാത്രമേ ഉള്ളൂ. ഇനി എന്നും അതങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. അതൊന്നും കണ്ട് എൻ്റെ മോളെ വിഷമിക്കരുത്. നമുക്ക് നമ്മൾ മാത്രം മതി മോളെ. അറിയാതെ വന്നിട്ട് പിള്ളേരെ രക്ഷിച്ച് അങ്ങനെ കുട്ടൂസൻ കലത്തിനകത്ത് വീഴുന്നു. കുട്ടൂസന്റെ കാര്യം. എടാ, ഇത് എന്താടാ ഇതിലൊരു അഴുക്കാമെന്ന് എഴുതിയിരിക്കുന്നേ? അഴുക്കാമേ? ആ, ഓ, ഇത് അഴുക്കാമേ കുഴുക്കാമേന്നും അല്ല, അഴകത്തമെന്നാ എഴുതിയിരിക്കുന്നത്. അവരാ വിളിക്കുന്ന. ഫോൺ എടു. അങ്ങനെ കുട്ടൂസൻ. ഹലോ, ഞാൻ സുമംഗലയാ. ഏത് സുമംഗല? അഴകത്തെ സുമംഗല. എടാ, ഇത് അവര് തന്നെയാ, അഴകത്തെ സുമംഗലാമ്മ. കുഞ്ഞിന്റെ കാര്യം ചോദിക്കാൻ വിളിക്ക. ചേച്ചി ധൈര്യമായിട്ട് സംസാരിച്ചു. പിന്നെ പറയേണ്ട തുക ഓർമ്മ ഉണ്ടല്ലോ. നേരം സുമേഷിന്റെ കയ്യിൽ ഞാനൊരു കത്ത് കൊടുത്തു വിട്ടിരുന്നു. അതില് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്റെ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് എനിക്ക് തിരിച്ചു കിട്ടണം. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? അത് മാത്രം പറഞ്ഞാൽ മതി. ഇത്രയും കാലം ഞങ്ങൾ അവനെ നോക്കിയതല്ലേ. ആ ജോലിക്ക് മാന്യമായ പ്രതിഫലം കിട്ടണം. എത്ര രൂപയാ നിങ്ങൾക്ക് വേണ്ടത്? ഓ, കൂടുതലൊന്നും വേണ്ട. ഒരു 50 ലക്ഷം രൂപ. അഴകത്തുകാരെ സംബന്ധിച്ച് അതൊരു തുകയില്ലെന്നറിയാം. എന്നാലും ഞങ്ങൾക്ക് അത്രയും മതി. ഞാനൊന്ന് ആലോചിക്കട്ടെ. എത്ര വേണമെങ്കിലും ആലോചിച്ചോ. പക്ഷെ കൊച്ചിനെ വേണമെങ്കിൽ പറഞ്ഞ പൈസ തരണം. അല്ലെങ്കിൽ അതിന്റെ കാര്യം അങ്ങ് മറന്നേക്ക്. നിങ്ങൾ ചോദിച്ച പണം ഞാൻ തരാം. എനിക്ക് എന്റെ കുഞ്ഞിനെ തിരിച്ചു വേണം. 50 ലക്ഷം രൂപയും തരുമോ? തരാം. കുഞ്ഞിനെ എന്ന് കൊണ്ടുവരാൻ പറ്റൂന്ന് പറയൂ. ആദ്യം സുമംഗലാമ്മ കാശ് റെഡിയാക്ക്. അത് കഴിഞ്ഞ് വിളിച്ചാ മതി. കുഞ്ഞിനെ ഞങ്ങൾ കൊണ്ടുവന്ന് തരാം.
വരൂ അമ്മേ. എനിക്ക് വേണ്ട മോളെ, വിശപ്പില്ല. അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റില്ല. എല്ലാവരും അമ്മയെ കാത്തിരിക്കുക. അമ്മ കഴിച്ചില്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് ആരും ഒന്നും കഴിക്കില്ല. അതുകൊണ്ട് വരൂ അമ്മേ, വരൂ അമ്മേ. എല്ലാവരും എന്നെ കാത്തിരിക്കാന്ന് പറഞ്ഞിട്ട് അരവിന്ദനും അനന്തും അവിടെ? അവര് വന്നോളും, അമ്മ ഇരിക്കേ. ഇല്ല, അവരും കൂടി വരാതെ ഞാൻ കഴിക്കില്ല. അമ്മ ഇനിയിപ്പോ എന്തിനാ അനന്തുവിനെ അരവിന്ദേട്ടനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നത്? ഏതായാലും അവര് രണ്ടുപേരിൽ ഒരാളുടെ പേര് അമ്മ പറയും. അത് അവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാ അവര് വരാത്തത്. കവിതേ, വെറുതെ ഓരോന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് നീ എന്റെ മക്കളെ എന്നിൽ നിന്ന് അകറ്റരുത്. അമ്മയുടെ മക്കൾക്ക് ഇപ്പൊ യാതൊരു തെറ്റിദ്ധാരണകളും ഇല്ല. എല്ലാം ശരിയായിട്ടുള്ള ധാരണകളേ ഉള്ളൂ. അതെ, ഞങ്ങൾ അമ്മയും മക്കളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ തമ്മിൽ തന്നെ തീർത്തോളാം. അതെങ്ങനെ ആനന്ദേട്ടാ ശരിയാവുന്നത്? എന്റെ ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കേണ്ട ഉത്തരവാദിത്വം എനിക്കില്ലേ? കവിതേ, ഈ പാവം അമ്മയും മക്കളെയും പരസ്പരം പോരടിപ്പിച്ച് നീ ഈ അഴകത്ത് വീടും ഇവിടുത്തെ ബന്ധങ്ങളും നശിപ്പിക്കരുത്. എനിക്കിതിലൊന്നും യാതൊരു പങ്കും ഇല്ല. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കും. പിന്നെ അമ്മയൊന്ന് മനസ്സ് വെച്ചാ ഈ പ്രശ്നങ്ങളൊക്കെ നിസ്സാരമായിട്ട് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ലീലാമ്മയ്ക്ക് കൊടുത്ത വാക്ക് മറന്നുകൊണ്ട് എന്റെ മക്കളെ സന്തോഷിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് അവരുടെ വെറും തെറ്റിദ്ധാരണയാ. അമ്മ ഇങ്ങനെ ദുർവാശി പിടിക്കല്ലേ. അതുകൊണ്ട് നഷ്ടം ഉണ്ടാകാൻ പോകുന്നത് അമ്മയ്ക്ക് തന്നെയാ. അമ്മയ്ക്കുള്ളതുപോലെ തന്നെ അമ്മയുടെ മക്കൾക്കും വാശിയുണ്ട്. അമ്മയെ വേദനിപ്പിക്കാൻ വേണ്ടി തന്നെ അവര് ചിലപ്പോ പലതും ചെയ്തു എന്നിരിക്കും. അതൊക്കെ സഹിക്കാൻ അമ്മയെ കൊണ്ട് പറ്റുമോ? നീ ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി കവിതേ. ഇപ്പോ അരവിന്ദനും അനന്തുവും ഞാൻ പറയുന്നത് അനുസരിക്കില്ല. അവരുടെ ഭാര്യമാർക്ക് അവരെക്കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യിക്കാം. പക്ഷേ അതുകൊണ്ടൊക്കെ എന്റെ മനസ്സ് വേദനിപ്പിക്കാമെന്നല്ലാതെ ഞാൻ എടുത്ത തീരുമാനത്തിൽ നിന്നും അണുവിട മാറ്റം വരുത്താൻ ആർക്കും കഴിയില്ല. അത് നീ ഓർത്താൽ നന്ന്. സുമംഗല കിടന്നോ? ഇല്ല, മുറിയിലുണ്ട്. ഇന്ന് അവൾ എന്തെങ്കിലും കഴിച്ചോ? അത് പറയാൻ കൂടിയാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. ഞാൻ ഒരുപാട് നിർബന്ധിച്ചപ്പോ ഭക്ഷണം കഴിക്കാമെന്ന് സമ്മതിച്ച് അമ്മ എന്റെ കൂടെ വന്നതാ. ഞങ്ങൾ ഡൈനിങ് ഹാളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കവിതയും ആനന്ദേട്ടനും ഒക്കെ ഉണ്ടായിരുന്നു. കവിത അമ്മയെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചു. ഒടുവിൽ ഒന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് അമ്മ മുറിയിലേക്ക് പോവുകയും ചെയ്തു. എന്റെ ദേവി, ഈ അഴകത്ത് വീട് നശിപ്പിച്ചിട്ടേ ആ കവിത അടങ്ങൂ. അതിനൊപ്പം തുള്ള മൈഥിലി. അമ്മയ്ക്ക് നല്ല വിഷമമുണ്ടച്ച. അച്ഛനൊന്ന് അമ്മയുടെ അടുത്തേക്ക് ചെല്ലൂ, എന്തെങ്കിലും പറഞ്ഞൊന്ന് സമാധാനിപ്പിക്കേ. അച്ഛനെ കൊണ്ട് മാത്രമേ അതിന് കഴിയൂ. ഞാൻ പോവാം മോളെ. നീ ഒരു കാര്യം ചെയ്യ, സുമംഗലയ്ക്കുള്ള ഭക്ഷണം എടുത്തോണ്ട് വാ. ഞാൻ എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് അവളെ കൊണ്ട് കഴിപ്പിച്ചോളാം. അത് മതി അച്ഛാ, ഞാൻ വേഗം പോയി ഭക്ഷണം എടുത്തിട്ട് വരാം. നീ ഒന്നും കഴിക്കാതിരിക്കല്ലേ? ദാ ഇതെടുത്ത് കഴിക്ക. എനിക്ക് വേണ്ട ഏട്ടാ. ഇങ്ങനെ വാശി പിടിക്കല്ലേ കുട്ടി. ഏട്ടനല്ലേ വിളിക്കണത്. നീ എണീക്ക്. എന്നെ നിർബന്ധിക്കണ്ട. എനിക്ക് വേണ്ട ഏട്ടാ. ഇന്നൊരു ദിവസം ഒന്നും കഴിച്ചില്ല എന്ന് വെച്ച് എന്ത് സംഭവിക്കാനാ? നിനക്ക് അവരോടല്ലേ വാശി, നിന്റെ മക്കളോട്. വാശിയല്ല, സങ്കടം എനിക്ക്. ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണെന്ന് അറിഞ്ഞിട്ടും
എന്റെ മക്കളിൽ ഒരാൾ പോലും അതിന്റെ കാരണം തിരക്കാൻ വന്നില്ല. അവർക്ക് ഞാനിപ്പോ അത്രയ്ക്ക് അന്യായി പോയോ ഏട്ടാ? നിന്റെ മക്കൾക്ക് നിന്നോട് സ്നേഹമില്ലെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? ആ സ്നേഹം കൊണ്ട് തന്നെയാ അവരിപ്പോ നിന്നോട് വഴക്കടിക്കണത്. ഇല്ല ഏട്ടാ, അവരിനി എങ്ങനെയൊക്കെ ശ്രമിച്ചാലും എന്റെ തീരുമാനത്തിന് ഒരു മാറ്റവും ഉണ്ടാവില്ല. ഞാൻ ആ തീരുമാനത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറാൻ പാടില്ല. ആരൊക്കെ എന്നെ ഒറ്റപ്പെടുത്തിയാലും ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കും. നിന്നെ ആരും ഒറ്റപ്പെടുത്തില്ല. നിന്റെ മക്കൾ അവരുടെ അമ്മയെ മനസ്സിലാക്കും. ദാ, നീ ഇത് കഴിക്കൂ കുട്ടി. എനിക്ക് വേണ്ട ഏട്ടാ. വേണം. ഏട്ടന്റെ അനിയത്തിക്കുട്ടി ഇത് കഴിക്കണം. ദാ കഴിക്ക്. ദാ. ഏയ്, എന്തിനാ കുട്ടി കരയണേ? സന്തോഷം കൊണ്ട് ഏട്ടാ. ഏട്ടൻ്റെ അനിയത്തിക്കുട്ടിയായതിന്റെ സന്തോഷം കൊണ്ട്. ആരൊക്കെ എന്നെ അവഗണിച്ചാലും എന്റെ ഏട്ടൻ എന്റെ ഒപ്പം ഉണ്ടല്ലോ, എനിക്കത് മതി. ദാ കഴിക്കാം. ഇനി എന്റെ കുട്ടി സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങുക. കിടന്നാൽ എനിക്ക് ഉറക്കം വരില്ല, സ്വസ്ഥതയും ഉണ്ടാവില്ല. ആരാ പറഞ്ഞത് ഉറങ്ങാൻ പറ്റില്ല എന്ന്? കുഞ്ഞുനാളിൽ നിനക്ക് ഓരോ അസുഖങ്ങൾ വരുമ്പോ ഉറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നീ വാശി പിടിച്ച് കരയുമായിരുന്നു. അപ്പൊ ഏട്ടൻ എന്താ ചെയ്യാറുണ്ടായിരുന്നെന്നോ? ഓർമ്മയുണ്ടോ നിനക്ക്? ഓരോ കഥകളും പറഞ്ഞതെന്ന് ഏട്ടൻ ഏട്ടന്റെ അനിയത്തിക്കുട്ടിയെ അങ്ങനെ മടിയിൽ കിടത്തി ഉറക്കുമായിരുന്നു. ഇന്നും അതുപോലെ എന്നെ ഒന്ന് ഉറക്കോ ഏട്ടാ? ഏട്ടന്റെ മടിയിൽ കിടന്ന് കഥകൾ കേട്ട് എല്ലാം മറന്ന് എനിക്കൊന്ന് ഉറങ്ങണം. ഏട്ടാ, നമ്മുടെ സ്കൂൾ വളപ്പിലെ ആ മൂവാണ്ടൻ മാവില്ലേ, നിറയെ മാങ്ങകളുള്ള ആ മാവ്, ഏട്ടന് ഓർമ്മയുണ്ടോ? പിന്നെ ആ മാവിൽ നിന്ന് നമ്മൾ എന്തോരം മാങ്ങ കഴിച്ചിട്ടുള്ള, അതിന്റെ മധുരം എപ്പോഴും നാവിലുണ്ട്. ആ മാവ് ചിലപ്പോൾ മുറിച്ചു കളഞ്ഞിട്ടുണ്ടാവും. അതോ ഇപ്പോഴും ഏതോ ഒരു ഏട്ടനും അനിയത്തിക്കുട്ടിയും മാങ്ങയ്ക്ക് വേണ്ടി കല്ലെറിയുന്നുണ്ടാവുമോ? ഉണ്ടാവുമായിരിക്കും. നമ്മളെപ്പോലെ രണ്ടുപേരിപ്പോഴും ആ മാഞ്ചോട്ടി കാണും. ഇവിടെ ഇത്രയും വലിയൊരു വിശേഷം ഉണ്ടായിട്ട് നീ അതൊന്നും അറിഞ്ഞില്ലേ ബാലാമണി? അല്ലെങ്കിലും പല കാര്യങ്ങളും ഇപ്പൊ ഇവിടെ നിന്റെ അറിവോടെയൊന്നും അല്ലല്ലോ നടക്കുന്നത്. നിന്ന് പ്രസംഗിക്കാതെ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാ പറഞ്ഞിട്ടങ്ങ് പോ. നീ അന്ന് പറഞ്ഞിരുന്നല്ലോ,
അഴകത്തമ്മയുടെ മക്കളൊക്കെ തെറ്റ് തിരുത്തി അമ്മയെ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരുമെന്ന് നീ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. അഴകത്തമ്മയുടെ മൂത്ത പുത്രന് തന്റെ അമ്മയെ ശരിക്കും മനസ്സിലായി. അതുകൊണ്ട് അയാൾ ഒരു തീരുമാനം എടുത്തു. അരവിന്ദേട്ടൻ എന്ത് തീരുമാനം എടുത്തത്? വേറൊന്നുമല്ല, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ. അഴകത്ത് നിന്ന് ഇറങ്ങിപ്പോവാനുള്ള തീരുമാനം ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഓരോരോ മക്കളായിട്ട് ഈ വീടിന്റെ പടിയിറങ്ങും. അവസാനം നീയും അഴകത്തമ്മയും മാത്രം ഈ വീട്ടിൽ അവശേഷിക്കും. അതാ എനിക്ക് കാണേണ്ടത്. അരവിന്ദേട്ടൻ ഈ വീട് വിട്ട് പോകുന്നു? അതെ. ഞാനപ്പോ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്ക് കാര്യം മനസ്സിലായില്ലേ? ഇല്ല, ആരും അമ്മയെ വിട്ടു പോവാൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെ സമ്മതം ഇവിടെ ആർക്ക് വേണോടി? ഇനി നിനക്ക് തടയാൻ പറ്റുമെങ്കിൽ നീ ചെന്ന് തടയും. ഞാനേ ഏതായാലും ഹാളിൽ തന്നെ കാണും. അവിടെ മനോഹരമായ നാടകമല്ലേ അരങ്ങേറാനായിട്ട് പോകുന്നത്. എന്താ അരവിന്ദേട്ടന്റെ തീരുമാനത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? എനിക്ക് വയ്യ മൈഥിലി. ഈ വീട് വിട്ടു പോകുന്ന കാര്യം എന്നെ കൊണ്ട് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അരവിന്ദേട്ടൻ അത് ചെയ്തേ പറ്റൂ. അമ്മ പറയുന്നത് അരവിന്ദേട്ടന്റെ പേരായിരിക്കില്ല എന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. എന്നാലും അമ്മയെ വിട്ടിട്ട് പോവാന്നൊക്കെ പറഞ്ഞ അമ്മയോട് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാ അരവിന്ദേട്ടൻ ഇവിടുന്ന് പോകുന്നത്. അല്ലെങ്കിൽ അമ്മയെ അരവിന്ദേട്ടന് നഷ്ടപ്പെടും. എന്നും അഴകത്തമ്മയുടെ മകനായിട്ട് ജീവിക്കാനാണ് അരവിന്ദേട്ടൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങണം. ഞാൻ അങ്ങനെ ചെയ്താ ഇല്ല, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്നാലേ ഈ കുഞ്ഞിനെ ഞാൻ അങ്ങ് വേണ്ടാന്ന് വെച്ചേക്കാം. മൈഥിലി, എന്തൊക്കെയായിരുന്നു നീ വിളിച്ചു പറയുന്നേ? സത്യം ഞാൻ പറഞ്ഞത്. അരവിന്ദേട്ടന്റെ അമ്മയോടുള്ള അതേ ഇഷ്ടം അമ്മയ്ക്ക് തിരിച്ചു ഉണ്ടെങ്കിൽ അരവിന്ദേട്ടൻ ഇവിടുന്ന് പോകാൻ അമ്മ സമ്മതിക്കില്ല. ലീലാമ്മയ്ക്ക് കൊടുത്ത വാക്ക് അമ്മ മറക്കും. ലീലാമ്മയേക്കാൾ അമ്മയ്ക്ക് വലുത് അരവിന്ദേട്ടൻ തന്നെയായിരിക്കും. അമ്മ തടഞ്ഞില്ലെങ്കിലോ, തിരിച്ചു വിളിച്ചില്ലെങ്കിലോ? എങ്കിൽ അമ്മ ഇത്രയും കാലം കാണിച്ച സ്നേഹത്തിനൊന്നും യാതൊരു അർത്ഥവും ഇല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. അരവിന്ദേട്ടൻ എന്താ ആലോചിക്കുന്നത്? നിന്റെ നിർബന്ധത്തിന് വഴങ്ങിയ ഞാൻ വീട് വിട്ടു പോകാൻ തീരുമാനിച്ചത്. എങ്കിലും ഇപ്പം എനിക്ക് തോന്നുക അതൊരു ശരിയായ തീരുമാനം തന്നെയാണെന്ന്. എൻ്റെ അമ്മ എന്നോട് ഇതുവരെ കാണിച്ച സ്നേഹം അതിലെത്രമാത്രം സത്യമുണ്ടെന്ന് എനിക്കറിയണം. അമ്മയ്ക്ക് ഈ അരവിന്ദൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണെങ്കിൽ എന്നെ ഈ വീടിൻ്റെ പടി വിട്ടിറങ്ങാൻ അമ്മ സമ്മതിക്കില്ല. ഒന്നുകിൽ അമ്മ സ്വന്തം തീരുമാനം മാറ്റും, അല്ലെങ്കിൽ എൻ്റെ അമ്മ എൻ്റെ ഒപ്പം ഇറങ്ങും. രണ്ടിലേതാ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ ഇറങ്ങാന്ന്. അരവിന്ദേട്ടാ, അരുത്, പോകരുത് അരവിന്ദേട്ടാ. നമ്മുടെ അമ്മയെ ഉപേക്ഷിച്ചിട്ട് പോകരുത്. നീ എന്നെ തടയരുത് ബാലമണി. എന്റെ തീരുമാനത്തിന് ഒരു മാറ്റവും. ഞാൻ ഈ വീട് വിട്ട് പോവാ. അരവിന്ദ, എന്തിനാടാ നീ ഇങ്ങനെ അമ്മയെ വിഷമിപ്പിക്കണത്? അപ്പൊ അമ്മ ഞങ്ങളോട് ചെയ്തോ? അതിനൊന്നും ആർക്കും ഒരു പരാതിയില്ലേ? ഏട്ടാ, അരവിന്ദേട്ട ഇവിടുന്ന് ഇറങ്ങിപ്പോയാ അമ്മയുടെ മനസ്സ് നോവിക്കാന്നല്ലാതെ നമ്മളിപ്പോ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാവോ? അമ്മ വിചാരിച്ച
പഴയതുപോലെ സന്തോഷമായിട്ട് എല്ലാവർക്കും ഈ വീട്ടിൽ കഴിയാം. അതിന് അമ്മ തയ്യാറാണെന്ന് ഇപ്പൊ ഒരു വാക്ക് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ആർക്കെങ്കിലും അമ്മയെ കൊണ്ടത് പറയിപ്പിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ ഇനിയുള്ള കാര്യങ്ങൾ എന്റെ തീരുമാനത്തിന് വിട്ടേക്ക്. ഞാൻ ഇവിടെ ഇറങ്ങിപ്പോയെന്ന് വെച്ച് അമ്മയുടെ മനസ്സ് വേദനിക്കില്ല. അമ്മയ്ക്ക് സ്നേഹിക്കാനും അനുസരിപ്പിക്കാനും മറ്റു 2 മക്കൾ ഇവിടെ ഉണ്ടല്ലോ. അരവിന്ദ, കേറി പോടാകത്ത്. ഇല്ലമ്മേ, ഇനി എന്നെ അനുസരിപ്പിക്കാൻ അമ്മ ശ്രമിക്കരുത്. അതിന് ശ്രമിച്ചാ എന്റെ മുന്നിൽ അമ്മ ചെറുതായി പോകത്തേ ഉള്ളൂ. അരവിന്ദേട്ടാ, അമ്മയോട് എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? അരവിന്ദേട്ടൻ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. അമ്മ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള ആള് ഈ രീതിയിലാണോ അമ്മയോട് പെരുമാറേണ്ടത്? ബാലാമണി, ഞാൻ എന്റെ അമ്മയെ മനസ്സിലാക്കിയതുപോലെ അമ്മ എന്നെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഞങ്ങൾ ആരും അറിയാതെ അമ്മ ഈ പ്രശ്നം പരിഹരിച്ചനെ. എന്നിട്ട് അമ്മ അതാണോ ചെയ്തത്?